എനിക്ക് സങ്കടം തോന്നുകയാണ്, അദ്ദേഹത്തോട് സഹതാപം തോന്നുകയാണ്. വന്യവയോധികനായ അദ്ദേഹത്തെ ഈ കെ സി വേണുഗോപാൽ എല്ലാം കൂടെ വലിച്ചുകൊണ്ട് പോയിട്ട് അദ്ദേഹത്തിന് ഒരു തിരക്കഥ കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ടിത് പറയിപ്പിക്കുമ്പോൾ അദ്ദേഹം അപഹാസ്യനാകുന്നില്ലേ എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെങ്കിലും അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തണ്ടേ. അദ്ദേഹം ഇന്നലെ മദ്യഷോപ്പുകൾ കേരളത്തിൽ തുടങ്ങുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് പാൽ ബൂത്തുകളെക്കാൾ കൂടുതൽ മദ്യഷോപ്പുകളാണ്. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ഒരു അനുയായി ഇന്നലെ രാത്രി എന്നെ വിളിച്ച് ഒരു കണക്ക് പറഞ്ഞു. ഈ കാർഗെ എന്തിനാണ് ഇതൊക്കെ പറയാൻ പോകുന്നത്? അതായത് കേരളത്തിലെ വിദേശ മദ്യ ഔട്ട്ലെറ്റ്സ് 355, ബാർ ഹോട്ടൽസ് 880, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 1235. മല്ലികാർജുൻ ഖാർഗെയും അദ്ദേഹത്തിൻ്റെ മകനും അടക്കി ഭരിക്കുന്ന കർണാടക, പരോക്ഷമായി കെ സി വേണുഗോപാലും കൂടി ഭരിക്കുന്ന കർണാടകയിൽ ഔട്ട്ലെറ്റ്സ് നമ്മുടെ 355 ആണെങ്കിൽ 4009 ഹോട്ടൽസ് ആൻഡ് ബോർഡിങ്സ്. എത്രയാണെന്നറിയോ? 3572. ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് 3655. അങ്ങനെ 11,236 വിദേശ മദ്യ ഷോപ്പുകൾക്ക് ആതിഥേയം അരുളുന്ന മല്ലികാർജുൻ ഖാർഗെ വന്ന് കേരളത്തിൽ ഇതുപോലൊരു പ്രസ്താവന നടത്തി എന്ന് പറയുന്നത്, ഈ ഖാർഗെ എന്നുള്ള വ്യക്തിയെ ഞാൻ എത്രയോ കാലമായി അറിയുന്നതാണ്. ആ വ്യക്തിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് പോലും തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ സ്വാഭാവികമാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ. എല്ലാവർക്കും അറിയാം, അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് ആണെങ്കിലും യഥാർത്ഥ ഹൈക്കമാൻഡ് അദ്ദേഹമല്ല എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പരസ്യമായി പറയുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ പരിവാർ ഹൈക്കമാൻഡിൻ്റെ അടിത്തറ കേരളത്തിലായതുകൊണ്ട് തന്നെ ആ അടിത്തറയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇതുപോലുള്ള ചില കോപ്രായങ്ങൾ പറയേണ്ടി വരുന്നു. അദ്ദേഹത്തോട് സഹതപിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ഈ വേളയിൽ എനിക്ക് പറ്റില്ല. അല്ല, അദ്ദേഹം യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡിൻ്റെ ഒരു കയ്യാളല്ലേ. കെ സി വേണുഗോപാലിനെ ഹൈക്കമാൻഡൊന്നും പറയാൻ പറ്റില്ല. അതായത് ഒരു ഹൈക്കമാൻഡിൻ്റെ കയ്യാളായിട്ട് നിൽക്കുന്ന ഒരാളാണ് കെ സി വേണുഗോപാൽ. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ ചില പരാധീനതകളും ചില പരിമിതികളും ഉള്ളതുകൊണ്ട് കെ സി വേണുഗോപാലിന് കയറി കളിക്കേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ കളിക്കുന്നുണ്ട്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളം സംബന്ധിച്ച് ഉള്ള തിരക്കഥ കെ സി വേണുഗോപാൽ തയ്യാറാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഗാന്ധിയെ പോലും ഇതുപോലുള്ള പല കാര്യങ്ങളും പറയാൻ പ്രേരിപ്പിക്കുന്നത് കെ സി വേണുഗോപാലല്ലേ, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരല്ലേ. പക്ഷേ അവരുടെ പരിഭ്രാന്തി നമുക്ക് മനസ്സിലാവും. 10 വർഷമായിട്ട് അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഭ്രാന്തിയിൽ നിന്നാണ് ഇതുപോലുള്ള ജൽപ്പനങ്ങൾ പറയാൻ അവർക്ക് വഴിയൊരുക്കുന്നത്. അപ്പോൾ ആ പരിഭ്രാന്തി നമ്മൾ ഉൾക്കൊള്ളണം. പക്ഷേ ആ പരിഭ്രാന്തിയും വിഭ്രാന്തിയും കാണിക്കുമ്പോൾ ഈ ഉയരത്തിൽ നിൽക്കേണ്ട മല്ലികാർജുൻ ഖാർഗെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ കുറഞ്ഞ് താഴേക്ക് വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഈ 2 പേര് എന്തിനാണ് ഇപ്പോൾ കേരളത്തിൽ പോയി ഇതുപോലുള്ള കളവുകളും നുണകളും ഈ കഥകളൊക്കെ പറയുന്നത്? അത് മാത്രമല്ല, ഇന്നലെ പാർലമെൻറ്റിൽ വളരെ വിവാദകരമായിട്ടുള്ള ബില്ലുകൾ പാസ്സാക്കുന്ന സമയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവകക്ഷി യോഗം നടത്തി. ലോകസഭയിലെ പ്രതിപക്ഷ നേതാവില്ല, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവില്ല. കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഇതുപോലുള്ള പച്ചക്കള്ളങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുക. ഇവരോട് സഹതപിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഈ രാഹുൽ ഗാന്ധി വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രസ്താവനകൾ നടത്തുന്നു. ഈ കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല? ഇതിപ്പം കഴിഞ്ഞ ദിവസം വീണ്ടും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കുക. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്ക് ലെവലേശം ഒരു ഉളുപ്പുണ്ടെങ്കിൽ അതേക്കുറിച്ച് പറയില്ല. ആരെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കണ്ടേ? എത്രയോ ശക്തമായ കേസ് അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കെതിരെ ചുമത്തിയിട്ട് എന്താണ് അദ്ദേഹത്തെ EDയും CBI അറസ്റ്റ് ചെയ്യാത്തത്? അദ്ദേഹത്തിൻ്റെ അളിയൻ റോബർട്ട് വധേരയ്ക്കെതിരെയുള്ള കേസ് എത്രയായിരുന്നു? 1, 2, 3 കേസൊന്നുമല്ല, എത്രയോ കേസുകളാണ്. എതിർ പാർട്ടിക്ക് സംഭാവന നൽകി സ്വന്തം അളിയൻ രക്ഷപ്പെടുന്നൊരു രംഗം പോലും നമ്മുടെ മാധ്യമങ്ങളിലൂടെ അനാവരണം ചെയ്യപ്പെട്ടില്ലേ? 170 കോടി രൂപയല്ലേ ഈ റോബർട്ട് വധേര ഇലക്ടർ ബോണ്ടായിട്ട് BJPക്ക് നൽകിയത്? ഇതൊക്കെ ഇങ്ങനെ തങ്ങളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കുമ്പോൾ കേരളത്തിൽ വന്നിട്ട് പിണറായി വിജയനെതിരെ ഇങ്ങനെ വിരൽ ചൂണ്ടാൻ വേണ്ടിയിട്ട് അസാമാന്യ ഉളുപ്പ് വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു വിഭ്രാന്തിയിലാണ് അവർ. ആ വിഭ്രാന്തിയാണ് അവരെ ഇതുപോലെയൊക്കെ പറയാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുന്നത്. ഇപ്പം ഒരു തരത്തിൽ ഈ BJPയുടെ ആരോപണങ്ങളെ ശരിവെക്കില്ല. കാരണം കേരളം വിട്ട
കാരണവശാൽ ഇന്ത്യ സഖ്യം കേരളത്തിൽ തമ്മിലടിക്കുന്നു എന്നുള്ളത് ഈ പരസ്പരം എന്താണ് ഈ രാഹുൽ ഗാന്ധിയും ഖർഗെയും ഈ കേരളത്തെ അങ്ങേയറ്റത്തെ അപമാനിക്കാൻ തരത്തിലുള്ള പരാമർശങ്ങൾ എന്നുള്ളതാണോ CPM? ഇപ്പം ഞങ്ങൾ ഇന്ത്യ ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ഭാഗഭാക്കായി നിൽക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഒരു പ്രകോപനമില്ലാതെ എന്തെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ കോൺഗ്രസിനെതിരെ വിളിച്ചു പറയാറുണ്ടോ? ഇല്ല. ഞങ്ങളുടെ പശ്ചാത്തലം എന്താണ്? ഞങ്ങൾ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരുമല്ല. ഞങ്ങൾ നിസ്വാർത്ഥമായിട്ട് BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ചേരിയിൽ തന്നെ ഞങ്ങൾ നിലയുറപ്പിക്കുന്നത്. 2004 64 MP കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കോൺഗ്രസിന് നേരിട്ടിട്ടാണ് ഞങ്ങൾ ആ MP ഇവിടെ ഡൽഹിയിലെത്തിയത്. ആ MP BJP അധികാരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി നിരുപാധികം ഞങ്ങൾ കോൺഗ്രസിന് പിന്തുണ നൽകുകയും ചെയ്ത്. ഒരു ഗ്യാസ് കണക്ഷൻ, ഗ്യാസ് സിലിണ്ടർ പ്രത്യുപകാരമായിട്ട് വേണമെന്ന് CPM പറഞ്ഞു. ഞങ്ങളുടെ പിന്തുണയിലല്ലേ ഇവരൊക്കെ ഈ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ മന്ത്രിമാരായിട്ട് ഇവിടെ അടക്കി ഭരിച്ചത്. ലേശം ഒരു ഉളുപ്പോ അന്തസ്സോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ പ്രതിജ്ഞാബദ്ധമായിട്ട് BJPക്കെതിരെ പോരാടുന്ന ഇടതുപക്ഷത്തിനെതിരെ എന്തെങ്കിലും ഒരു കമാന്തര അക്ഷരം പറയുമോ? ഏതാനും ദിവസം മുമ്പ് അല്ലേന്ന് ഈ ഇന്ത്യയിൽ നിരവധി സംസ്ഥാനങ്ങളിൽ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 11 കോൺഗ്രസ് MLA കൂറുമാറിയിട്ട് 2 MP അധികമായിട്ട് BJPക്ക് നൽകിയത്. ഇപ്പം ഞാൻ വിചാരിച്ചു ഇവർക്കൊരു ഷോക്കോസ് കൊടുക്കുന്നു. ഷോക്കോസ് അല്ല കൊടുത്തത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് ബിരിയാണിയാണ് കൊടുത്തേക്കുന്നത്. നല്ലതാണ് നിങ്ങൾ ചെയ്തത്. അതായത് കേരളത്തിൽ ഈ ഇലക്ഷൻ ഇങ്ങനെ നമ്മൾ നേരിടുന്ന സമയത്ത് നിങ്ങൾ ഈ 11 പേര് BJPക്ക് വോട്ട് ചെയ്ത് 2 MP അധികം ഉണ്ടാക്കിയത് കൊണ്ട് അതിൻ്റെ ഒരു പ്രത്യുപകാരം നമുക്ക് കേരളത്തിൽ കിട്ടുമെന്ന് പറഞ്ഞ് ഇവർക്ക് ഈ സ്വിഗ്ഗിന്നോ സുമാറ്റോന്നോ മറ്റേ ബിരിയാണി അറേഞ്ച് ചെയ്ത് കൊടുത്തവരാണ് ഇവർ. പകൽ പോലെ വ്യക്തമല്ല. ഇപ്പോൾ ആസാമിൽ കണ്ടില്ലേ? ആസാമിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ മുഖമെന്ന് പറയാവുന്ന അവിടുത്തെ 3 സിറ്റിംഗ് MP ഒരാളല്ലേ ബോർദോളിയല്ലേ അപ്പുറത്തേക്ക് പോയത്. അപ്പുറത്തേക്ക് പോയപ്പോഴും അദ്ദേഹത്തെ തലേദിവസം പാർലമെൻറ്റ് ഹൗസിൽ സ്വീകരിച്ചാനയിച്ചിട്ടല്ലേ അദ്ദേഹത്തിനെ രാഹുൽ ഗാന്ധി പറഞ്ഞയച്ചത്. ആ ഫോട്ടോഗ്രാഫിൽ എല്ലാവരും കണ്ടതല്ലേ? എന്തെങ്കിലും ഒരു കമാന്തര വാക്ക് രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹം പറഞ്ഞോ? KC വേണുഗോപാലിനെതിരെ പറഞ്ഞോ? അതുപോലെ മുൻ PCC അസാമിൻ്റെ മുൻ PCC ഭൂപൻ ബേറ അദ്ദേഹം അങ്ങോട്ട് പോയില്ലേ? ഇതൊക്കെ അവർ നൽകുന്ന സംഭാവനയാണ്. അസാമിൽ എന്തായാലും രക്ഷയില്ല, ഈ പറഞ്ഞ ബീഹാറിൽ രക്ഷയില്ല, ഒറീസയിൽ രക്ഷയില്ല. ഞങ്ങളുടെ ഹൈക്കമാൻഡിൻ്റെ അടിത്തറ പടതിരിക്കുന്ന കേരളത്തിൽ ഞങ്ങൾക്ക് ഭരണം പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത്രത്തോളം സേവനങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരികയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കതിനുള്ള ഉദിഷ്ട കാര്യത്തിലുള്ള ഉപകാരസ്മരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അവർ പറയുന്നതിൻ്റെ പശ്ചാത്തലത്തിലല്ലേ കേരളത്തിൽ അവർ നിൽക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.